ഗായ്സ്, സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണു. അപ്പം ഇത് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷന് പോവാണ്. സെലിബ്രേഷൻ നടക്കുന്നത് ശരിക്കും വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് അപ്പർ ഹട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ½ ഡിസ്റ്റൻസ് ഉണ്ട് വെല്ലിംഗ്ടണിലോട്ട്. ഇത് ശരിക്കും വെല്ലിംഗ്ടൺ മലയാളി അസോസിയേഷൻ നടത്തുന്ന ക്രിസ്മസ് സെലിബ്രേഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ പേരാണ് വെല്ലിംഗ്ടൺ മലയാളി അസോസിയേഷൻ. ഇതിൽ അവിടുത്തെ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെയാണ്. എന്തായാലും പെർ പേഴ്സൺ $25 ടിക്കറ്റ്. അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ട് ടിക്കറ്റ്. പക്ഷേ എനിക്ക് 2 കുഞ്ഞു മക്കളായതുകൊണ്ട് അവർക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. എൻ്റെ ഫുഡിൻ്റെ ഞാൻ തോന്നുന്നു അവർ എടുക്കണേ. അപ്പം ഇനി എന്താ പരിപാടി എന്നൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാം. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളെ കാഴ്ചയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സിറ്റിയിലെത്തി. ഇപ്പം എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടെ ഒരു ഷോപ്പിലോട്ട് പോയേക്കാണ്. ഞങ്ങൾ രണ്ടും കാറിലിരിക്കാം. ഇനി ഇവിടെ നിന്നൊരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തും. നമ്മൾ പോകുന്നത് കിൽബേണി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. വെല്ലിംഗ്ടണിൻ്റെ കിൽബേണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഹോളിൻ്റെ പേരാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവിടെയാണ് പോണത്. ഞാൻ അതിന് മുന്നേ 2 വട്ടം പോയിട്ടുണ്ട്, എന്നാലും എനിക്കറിയില്ല. ഇവിടെ അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. ഇവിടെ ഭയങ്കര സിറ്റി വന്നപ്പോൾ നല്ല ചൂട് കേട്ടോ. അവിടെ അപ്പറായിട്ട് ഇത്ര ചൂടൊന്നുമില്ല. അവിടെ ഹില്ലി ഏരിയ ആയിട്ട് നല്ല തണുപ്പാണ് എപ്പോഴും. ഇങ്ങോട്ട് വരുമ്പോഴത്തെ ശരിക്കും വെല്ലിംഗ്ടണിലോട്ട് വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ല ചൂട് അനുഭവപ്പെടുന്നത്. ഇവിടോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സമാധാനമാണ്, നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റൊക്കെ പോലെയാണ്. പക്ഷെ അപ്പുറത്തെ വന്ന് നിങ്ങളെ ക്ലൈമറ്റ് പ്രതീക്ഷിക്കുക വേണ്ടേ. എന്നും തണുപ്പ്, തലപ്പോടെ തണുപ്പ്. എന്താ പരിപാടി കുഞ്ഞാ? അങ്ങനെ നമ്മൾ വെല്ലിംഗ്ടൺ എത്തി. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും 4 മണി 4:30 ആകുമ്പോഴാണ്. പക്ഷെ നമ്മൾ നേരത്തെ എത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന വെല്ലിംഗ്ടണിൽ കുറച്ച് കറങ്ങിയിട്ട് പിന്നെ ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേന് പ്രോഗ്രാം ഉള്ള സ്ഥലത്തേക്ക് പോകാമെന്നാണ്. അങ്ങനെ നമ്മളവിടെ കുറേ നേരം കറങ്ങി അവിടുത്തെ കുറേ ഷോപ്പുകളിലൊക്കെ കയറി ഇപ്പം തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 to 15 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ കിൽബേണിയിലോട്ട്. സോ നമുക്കിനി ഇവിടുന്ന് എന്തായാലും ഇപ്പോൾ 4 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കിൽബേണിയിലെത്തി. കിൽബേണി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാട്ടോ. ഈ കാണുന്ന ടെമ്പിൾ ഇതൊരു ഇന്ത്യൻ ടെമ്പിളാണ്. ഈ ടെമ്പിളിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. നമ്മൾ വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് കാർ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു നിറയെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു.
ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ക്രിസ് ബിഷപ്പ്. ആള് മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്, MP ആണ്. It's a great pleasure to be here on behalf of the New Zealand government to wish you all a very Merry Christmas and a Happy New Year. And I'd like to congratulate the Wellington Malali Association for organising these festivities. This is the first one I've been to. And I understand you've sold 1,000 tickets and people are still trickling in, and it's going to be a fantastic night. So it's wonderful to be here for the first time. And I just want to really wish you all a Merry Christmas and to encourage you to spend time this holiday season with your friends and family, because here in New Zealand, Christmas, unlike in the Northern Hemisphere, Christmas coincides with the summer months, and it's a time to spend it. ഈ ക്രിസ്മസ് ഇവിടെ സംഘടിപ്പിക്കാൻ അഹോരാത്രം പണിയെടുത്ത കഴിഞ്ഞ 2 മാസത്തോളം പണിയെടുത്ത നമ്മുടെ WMA കമ്മിറ്റി മെമ്പേഴ്സിനെ എല്ലാവരെയും ഈ താരകങ്ങൾ രാജരാജനെ അതിനുശേഷം പിന്നെ ഇതുപോലെ ഓരോ ക്രിസ്മസ് പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറേ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളത് കുറച്ച് കണ്ടു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് 9 o'clock ഒക്കെ ആകുമ്പോഴത്തേന് ആൾക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. സോ നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ പോയി. ഈ കൊണ്ടുവരുന്ന കേക്ക് കണ്ടോ, ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇത്ര നല്ല കേക്ക് കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി കേക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി കേക്കായിരുന്നു.
ഈ കൂപ്പൺ കാണിച്ചാലേ നമുക്കിവിടെ ഫുഡ് കിട്ടത്തുള്ളൂ. ഞങ്ങൾ 2 ടിക്കറ്റാണ് എടുത്തത്, അതുകൊണ്ട് 2 കൂപ്പണാണ് കിട്ടിയത്. 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ഭക്ഷണം സെർവ് ചെയ്യാൻ തുടങ്ങി. അപ്പവും ഇടിയപ്പവും പിന്നെ ഒരു ലാമ്പിൻ്റെ സ്റ്റൂവും ചിക്കൻ കറിയും ഐസ്ക്രീമും റൈസും ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. പക്ഷേ സ്റ്റൂ മാത്രം എന്താ പറയുക, ഒരു ഇത്തിരി മധുരം കൂടിപ്പോയി. അല്ലാണ്ട് ബാക്കിയൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇവിടുത്തെ വെട്ടം കണ്ടില്ലേ? ഇവിടെ ഇപ്പോൾ ശരിക്കും എത്ര മണിയായെന്നറിയോ? ഇവിടെ ഇപ്പോൾ രാത്രിയിൽ 8:30 പക്ഷേ നല്ല വെട്ടമല്ലേ. ഇവിടെ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ ഇരുട്ടുമ്പോഴത്തേന് ഒരു രാത്രി 9 മണി 9:30 ആവും. കുറച്ചങ്ങോട്ട് കഴിയും. എന്ന് പറയുമ്പോൾ ഡിസംബർ എൻഡൊക്കെ ആകുമ്പോഴത്തേന് ഇനി രാത്രി 10 മണി 10:30 ആവും ഇവിടെ ഇരുട്ടുമ്പോഴത്തേന്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. നമുക്ക് കാണാം സൺലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഡേയ്സ് ഒത്തിരി ലോങ് ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് സമയം പോകുന്നത് അറിയത്തേ ഇല്ല. അതുകൊണ്ട് ഉറക്കമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം ആകുമ്പോഴത്തേന് ഭയങ്കര കഷ്ടമാണ്. നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴത്തേനും 10 മണി 10:30 11 മണിയൊക്കെ ആവും. പിന്നെ രാവിലെ എണീക്കുന്നവരൊക്കെ ആണെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻസിൽ പറയാൻ മറക്കരുത്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫാമിലിയുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് വ്ളോഗ്സ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ സജഷൻസ് പറയുക. അപ്പം ഞാൻ അതനുസരിച്ച് നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.